എല്ലാ കൂട്ടുകാരെയും എജുഫേസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ ക്വിസ് നമ്മൾ 2 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് രണ്ടും കണ്ടതിന് ശേഷം ഇത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ക്വിസ് മത്സരത്തിന് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ, മറ്റ് ക്ലാസ്സുകൾ, മറ്റ് ഇൻഫർമേഷനൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതൊക്കെ മുടങ്ങാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പം നമ്മൾ മൂന്നാമത്തെ പാർട്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എന്താണ് ചോദ്യം? വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥമാണ്? IM അഷ്റഫിൻ്റെ ഗ്രന്ഥമാണ്. അപ്പോൾ IM അഷ്റഫാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത്. അപ്പോൾ എന്താണ് പുസ്തകത്തിൻ്റെ പേര്? വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും. ആരാണ് എഴുതിയത്? IM അഷ്റഫ്. 102ാമത്തെ ചോദ്യം. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? MA റഹ്മാനാണ്. അപ്പോൾ MA റഹ്മാനാണ് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്. അപ്പോൾ ബഷീറിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ബഷീർ ദ മാൻ എന്നത്. ആരാണ് സംവിധാനം ചെയ്തത്? MA റഹ്മാനാണ് സംവിധാനം ചെയ്തത്. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ബേപ്പൂർ സുൽത്താൻ എന്നാണ് ബഷീർ അറിയപ്പെടുന്നത്. ബേപ്പൂർ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. സുൽത്താൻ പട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബേപ്പൂരാണ്. ബേപ്പൂരാണ് സുൽത്താൻ പട്ടണം എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറുമാണ്. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? MK സാനുവാണ്. പ്രൊഫസർ MK സാനുവാണ് ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ബഷീറിനെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ് പറയുന്നത്. എന്താണ് വിശേഷിപ്പിച്ചത്? ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ആരാണ് വിശേഷിപ്പിച്ചത്? MK സാനു. പ്രൊഫസർ MK സാനുവാണ് ബഷീറിനെ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് വിശേഷിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് MK സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. അപ്പോൾ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് MK സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥം. 2011 ജീവചരിത്രത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം MK സാനുവിന് ലഭിച്ച കൃതി ഏതാണ്? ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യമാണ് ഇതേ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എഴുതിയത് നമ്മൾ പറഞ്ഞു പ്രൊഫസർ MK സാനുവാണ്. പ്രൊഫസർ MK സാനുവിന് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥത്തിന് 2011 ജീവചരിത്രത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എഴുതിയത് പ്രൊഫസർ MK സാനു. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 2011. 1944 നിരോധിക്കപ്പെടുകയും കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്ത ബഷീർ കൃതിയാണ് പ്രേമലേഖനം. 1944 നിരോധിക്കപ്പെടുകയും കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ബഷീർ കൃതി ഏതാണ്? പ്രേമലേഖനമാണ്. അപ്പോൾ പ്രേമലേഖനം എന്ന ബഷീറിൻ്റെ കൃതി നിരോധിക്കപ്പെട്ട വർഷം ഏതാണ്? 1944. 1943 പൂജപ്പുരയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന സമയത്ത് ബഷീർ എഴുതിയ നോവൽ ഏതാണ്? പ്രേമലേഖനം. 1943 പൂജപ്പുരയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന സമയത്ത് എഴുതിയ നോവലാണ് ഏത്? പ്രേമലേഖനം. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവലാണ് പ്രേമലേഖനം. അപ്പോൾ നമുക്കറിയാം ഈ സ്നേഹത്തോടു കൂടെ നമ്മൾ മിഠായിയൊക്കെ നൽകാറുണ്ട് അല്ലേ? അപ്പോൾ മിഠായിയൊക്കെ നൽകുന്നത് സ്നേഹത്തോടു കൂടിയാണ്. അപ്പോൾ ആകാശമിഠായി എന്നത് കഥാപാത്രമാകുന്ന ഇതിലാണ്? പ്രേമലേഖനത്തിലാണ്. 1985 പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകനാരാണ്? PA ബക്കറാണ്. 1985 പ്രേമലേഖനം എന്നത് ചലച്ചിത്രമാക്കിയ സംവിധായകനാരാണ്? PA ബക്കർ. PA ബക്കറാണ് പ്രേമലേഖനം എന്താക്കിയത്? 1985 ചലച്ചിത്രമാക്കിയത്.
2017 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയെടുത്ത സംവിധായകനാരാണ്? അനീഷ് അൻവറാണ്. 2017 പ്രേമലേഖനം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് സിനിമയെടുത്തതാരാണ്? അനീഷ് അൻവർ. 2017 സിനിമയാക്കിയതാരാണ്? അനീഷ് അൻവറാണ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീർ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്നത്. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതിയാണ് ശബ്ദങ്ങൾ. സാഹിത്യ ലോകത്ത് ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ള ബഷീറിൻ്റെ കൃതിയാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. ഒന്നും ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാല സഖിയിലാണ്. ഒന്നും ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്ന ബഷീറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രയോഗം ഉൾക്കൊള്ളുന്നത് ഏത് പുസ്തകത്തിലാണ്? ബാല്യകാല സഖിയിലാണ്. മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായ ബഷീർ കൃതിയാണ് ബാല്യകാല സഖി. മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ബഷീറിൻ്റെ കൃതിയാണ് ബാല്യകാല സഖി. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഭാർഗവി നിലയവും അതുപോലെ തന്നെ ബാല്യകാല സഖിയുമാണ്. ബഷീർ എഴുതിയ 2 തിരക്കഥകളാണ്. ഒന്ന് ഭാർഗവി നിലയം, രണ്ടാമത്തത് ബാല്യകാല സഖി. ബാല്യകാല സഖി സിനിമയായി സംവിധാനം ചെയ്തവർ ആരൊക്കെയാണ്? ശശികുമാറും അതുപോലെ തന്നെ പ്രമോദ് പയ്യന്നൂരുമാണ്. അപ്പോൾ 2 പേരാണ് ബാല്യകാല സഖി സിനിമയായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതാരൊക്കെയാണ്? ഒന്ന് ശശികുമാർ, 2 പ്രമോദ് പയ്യന്നൂർ. ശശികുമാർ 1967 പ്രമോദ് പയ്യന്നൂർ 2014 ബാല്യകാല സഖി സിനിമയാക്കിയിട്ടുള്ളത്. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാരാണ്? ഫാബി ബഷീറാണ്. അപ്പോൾ ബഷീറിൻ്റെ പത്നിയായിട്ടുള്ള ഫാബി ബഷീറാണ് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത്. ഫാത്തിമ ബീവി എന്നാണ് ഫാബിയുടെ യഥാർത്ഥ പേര്. അപ്പം ബഷീറിൻ്റെ പത്നിയായിട്ടുള്ള ഫാബി ബഷീറിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ എടിയെ എന്നത്. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1970. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1970. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളിയും ആര് തന്നെയാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1970. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ 3 കൃതികളാണ് യാ ഇലാഹി, പ്രേംപാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. അപ്പോൾ 3 കൃതികളാണ് ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയത്. ഒന്നേതാണ്? യാ ഇലാഹി, രണ്ടാമത്തത് പ്രേംപാറ്റ, മൂന്നാമത്തത് ജീവിതം ഒരു അനുഗ്രഹം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേയൊരു കവിതയാണ് അനശ്വര പ്രകാശം എന്നത്. അപ്പോൾ യാ ഇലാഹി എന്നതിൽ ബഷീർ എഴുതിയ ഒരേയൊരു കവിതയാണ് അനശ്വര പ്രകാശം എന്നത്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേംപാറ്റ. ബഷീറിൻ്റെ മരണശേഷം 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്ന ഒരേ ഒരു നോവൽ ഏതാണ്? പ്രേംപാറ്റയാണ്. ഏതാണ്? പ്രേംപാറ്റയാണ് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ. പ്രേംപാറ്റ ഏത് പേരിലായിരുന്നു മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്? മരച്ചുവട്ടിൽ എന്ന പേരിലാണ്. അപ്പം ബഷീറിൻ്റെ മരണശേഷം പ്രേംപാറ്റ ഏത് പേരിലാണ് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ മരച്ചുവട്ടിൽ എന്ന പേരിലാണ്. മരച്ചുവട്ടിൽ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് പ്രേംപാറ്റയാണ്. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു ചെറുലേഖനം ഏതാണ്? എൻ്റെ ചരമക്കുറിപ്പ്. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു ചെറുലേഖനമാണ് എൻ്റെ ചരമക്കുറിപ്പ് എന്നത്. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞതാരാണ്? MN വിജയനാണ്. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞ സാഹിത്യകാരനാണ് MN വിജയൻ. ബ്രിട്ടീഷുകാർ ആരെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചത്? ഭഗത് സിംഗിനെ. ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചിരുന്നത്. ഭഗത് സിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബഷീർ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് വാനരസേന. ഭഗത് സിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബഷീർ സ്ഥാപിച്ച സംഘടനയാണ് വാനരസേന. അപ്പം നമ്മൾ പറഞ്ഞു ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്താണ് 3 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചത്. അങ്ങനെ ഭഗത് സിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബഷീർ ഒരു തീവ്ര സംഘടന രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് വാനരസേന.
ബഷീർ സ്ഥാപിച്ച തീവ്രവാദ സംഘടനയായ വാനരസേനയുടെ മുഖപത്രം ഏതാണ്? ഉജ്ജീവനമാണ്. ബഷീർ സ്ഥാപിച്ച തീവ്രവാദ സംഘടനയായിട്ടുള്ള വാനരസേനയുടെ മുഖപത്രമാണ് ഉജ്ജീവനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയ ഒരു സംഘടനയായിരുന്നു. അതിനുവേണ്ടി സ്ഥാപിച്ച സംഘടനയായിരുന്നു വാനരസേന. അപ്പോൾ അതിൻ്റെ മുഖപത്രമായിരുന്നു ഉജ്ജീവനം. ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രൊഫസർ എൻ വിജയൻ എഴുതിയ കൃതിയാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ. നമ്മൾ പറഞ്ഞു ശബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള ബഷീറിൻ്റെ കൃതികളൊക്കെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് പ്രൊഫസർ എൻ വിജയൻ എഴുതിയ കൃതിയാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന് പറയുന്നത്. ബഷീറിനെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് അഥവാ ഡി.ലിറ്റ് ബഹുമതി നൽകി ആദരിച്ച സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. ബഷീറിനെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡി.ലിറ്റ് ബഹുമതി നൽകിയിട്ട് ഡി.ലിറ്റ് പദവി നൽകി ആദരിച്ച സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ എന്ന് പറഞ്ഞതാരാണ്? ഒ.വി. വിജയനാണ്. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഒ.വി. വിജയനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച സിനിമയാണ് ധ്വനി എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച സിനിമയാണ് ധ്വനി എന്ന് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും. ബഷീർ അഭിനയിച്ച ഒരേ ഒരു സിനിമയാണ് ധ്വനി എന്നത്. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, കമല സുരയ്യ അഥവാ മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 3 പേരും ഒരേ പേരിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പേരെന്താണ്? പൂവമ്പഴം എന്നുള്ളതാണ്. അപ്പോൾ പൂവമ്പഴം എന്ന പേരിൽ ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും കമല സുരയ്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരേ പേരിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി അവസാനത്തെ ചോദ്യം ഇതാണ്: വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5-നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് 1994 ജൂലൈ 5-നാണ്. അപ്പോൾ ഇതോടുകൂടെ ബഷീർ ക്വിസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ 3 വീഡിയോയിലാണ് ബഷീറിൻ്റെ വിവരങ്ങളടങ്ങിയ ക്വിസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് മത്സരങ്ങൾക്ക് വേണ്ടി തയ്യാറാവുക. ഇനിയും ഇതുപോലുള്ള മത്സരങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്തായാലും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.